കന്യാകുമാരിയിൽ ധ്യാനത്തിനെത്തിയ പ്രധാനമന്ത്രി ഇന്ന് പുലർച്ചെ സൂര്യോദയം കാണുന്നതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ ക്യാമറാമാൻ ഷിജു ചേവറ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഈ ദൃശ്യങ്ങളോടെ വാർത്താരംഭം തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ കന്യാകുമാരിയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും. 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി ഇന്ന് ഉച്ച കഴിഞ്ഞ് മടങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7ാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. വിധി എഴുതുന്നത് വാരണാസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങൾ. വോട്ടെടുപ്പ് ജൂൺ 4-ന്. ന്യൂസ് 8 എക്സിറ്റ് പോൾ ഇന്ന് 5 മണി മുതൽ. ഇന്ത്യ മുന്നണി യോഗം ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. ഇടുക്കിയിലും എറണാകുളത്തും പുലർച്ചെ വരെ കനത്ത മഴ. കരിപ്പിലങ്ങാടും നാടുകാണിയിലും മണ്ണിടിച്ചിൽ. മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് കൊച്ചി ദുബായ് എമിറേറ്റ്സ് വിമാനം വൈകുന്നു. ഈ കാലവർഷത്തിലും പരിഹാരമില്ലാതെ കൊച്ചിയിലെ വെള്ളക്കെട്ട്. രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. കൊച്ചി കോർപ്പറേഷനിലേക്ക് ഇന്ന് കോൺഗ്രസ് മാർച്ച്. രാജ്യത്ത് പാചകവാതക വില കുറച്ചു. കുറഞ്ഞത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില. സിലിണ്ടറിന് 70 രൂപ 50 പൈസയുടെ കുറവ്. ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പ്രജ്വൽ രേവണ്ണയുടെ അമ്മയെ ഇന്ന് ചോദ്യം ചെയ്യും. നടപടി അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ചോദ്യം ചെയ്യുക പ്രത്യേക അന്വേഷണ സംഘം. പ്രജ്വൽ രേവണ്ണ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. എറണാകുളം വൈറ്റിലയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽപ്പെട്ടത് സ്വകാര്യ ബസും ലോറിയും ടൂറിസ്റ്റ് ബസും. യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. ദേശീയപാതയിൽ ഗതാഗത കുരുക്ക്. താമരശ്ശേരി ചുരത്തിൽ തടി ലോറി മറിഞ്ഞു. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് കിരീട പോരാട്ടം. റയൽ മാഡ്രിഡ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ നേരിടും. 2020 ലോകകപ്പിലെ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വിശദമായ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ ധ്യാനം ഇന്ന് അവസാനിക്കും. രാവിലെ മോദി സൂര്യ നമസ്കാരവും പ്രാർത്ഥനയും നടത്തി. വ്യാഴാഴ്ച വൈകിട്ടാണ് മോദി ധ്യാനം ആരംഭിച്ചത്. 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി ഉച്ച കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു കന്യാകുമാരിയിൽ നിന്നും. അരുൺ, ഇന്ന് ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങുകയാണ്. ഇന്ന് രാവിലെയും സൂര്യാസ്തമയം ഒക്കെ അദ്ദേഹം ആസ്വദിക്കുന്നതിന് ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വൈകിട്ട് 3 മണി വരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടരുക. ഇനി 6 മണിക്കൂറുകൾ കൂടി. മെനഞ്ഞാന്ന് വൈകിട്ട് 6 മണിക്കാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണ്. ഇന്ന് രാവിലെയും അദ്ദേഹം സൂര്യോദയം കാണാനെത്തുകയും അതിനുശേഷം നടത്തിയ പൂജകളും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ കണ്ടതാണ്. നിരവധി ആളുകൾ ഇന്നും അദ്ദേഹത്തെ കാണാനായി അവിടേക്ക് എത്തുന്നുണ്ട്. അത്തരം ദൃശ്യങ്ങളൊന്നും പക്ഷേ നമുക്ക് പകർത്താനുള്ള അനുമതിയില്ല. പൂർണ്ണമായും പോലീസ് ആ ഭാഗത്തേക്കുള്ള ക്യാമറകൾ ആ ഭാഗത്തേക്ക്, അതായത് വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമ ഉൾപ്പെടുന്ന ഭാഗത്തേക്ക് ക്യാമറ തിരിക്കാൻ അനുമതി നൽകുന്നില്ല. സുരക്ഷാക്രമങ്ങളുടെ ഭാഗമായി ഇതെന്നാണ് വിശദീകരണം. പക്ഷേ നിരവധി ആളുകൾ അവിടെ വന്നു പോകുന്നുമുണ്ട്. ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ദിനം. അവസാനഘട്ട വോട്ടെടുപ്പ്. അദ്ദേഹം മത്സരിക്കുന്ന വാരണാസിയിൽ ഇന്ന് വോട്ടെടുപ്പാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെയുള്ളത്. ഇവിടെ നിന്ന് ഒരു വലിയ പുതിയ ആത്മവിശ്വാസത്തോടെ ഊർജ്ജത്തോടുകൂടി സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കാമെന്ന പ്രതീക്ഷയാണ് നരേന്ദ്രമോദിയും BJP കേന്ദ്രങ്ങളും പുലർത്തുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാസങ്ങളോളം നീണ്ട വളരെ വിശ്രമരഹിതമായ പ്രവർത്തനം. അതിനുശേഷം ഈ 45 മണിക്കൂർ കന്യാകുമാരിയിൽ കടലിന് മധ്യത്തിൽ വിവേകാനന്ദ പാറയുടെ ധ്യാനം. അത് കഴിഞ്ഞ് പുതിയ ഊർജ്ജവുമായി പുതിയ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാകും നരേന്ദ്രമോദി ഇന്ന് ഇവിടെ നിന്ന് മടങ്ങുക. മറുഭാഗത്ത് പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും ഒക്കെ വലിയ പ്രതീക്ഷയിലാണ്. ഇത്തവണ
മോദിയുടെ ഇനി മോദി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകില്ല, ബിജെപിയുടെ ഊഴം അവസാനിക്കുന്നുവെന്ന പ്രതീക്ഷയാണ് ബിജെപി വിരുദ്ധ ക്യാമ്പ് ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. ഈ ഇന്നലെ നിശബ്ദ പ്രകടന ദിവസത്തെയും ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ തുടരുന്ന ധ്യാനവും രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ്, രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമെന്ന വിമർശനം അവർ നേരത്തെ ഉന്നയിച്ചത്. അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പതിവ് പോലെ അദ്ദേഹം ആത്മീയ പാതയിൽ ഇത്തരം ധ്യാനമൊക്കെ അദ്ദേഹത്തിന് പതിവുള്ളതാണ്, അതിനപ്പുറത്ത് യാതൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് ബിജെപി വിശദീകരിച്ചു. ഏതായാലും ഇന്ന് വൈകിട്ട് 3 മണിവരെ അദ്ദേഹം ഇവിടെ ധ്യാനത്തിലുണ്ടാകും. അതിനുശേഷം ഇവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോകും. അവിടെ നിന്ന് ഡൽഹിയിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങും. അരുൺ, കന്യാകുമാരിയിൽ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, കനത്ത സുരക്ഷയിലായിരുന്നല്ലോ കന്യാകുമാരിയും പരിസര പ്രദേശവും. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മടങ്ങുന്നതോടെ ആ നിയന്ത്രണങ്ങളൊക്കെ മാറി പൂർവ്വസ്ഥിതിയിലേക്കാകും അല്ലെ? സന്ദർശകരൊക്കെ ഉണ്ടോ അവിടെ? തീർച്ചയായും ഇപ്പോഴും വലിയ നിയന്ത്രണം തന്നെയാണ്. സന്ദർശകർ ഉണ്ട്. ഇന്നലത്തെ അത്ര തിരക്ക് ഇപ്പോൾ കാണുന്നില്ല. കാരണം പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ ചെറിയ ബുദ്ധിമുട്ടുകൾ, സ്വാഭാവിക ബുദ്ധിമുട്ടാണത്. പ്രധാനമന്ത്രി ഉള്ളപ്പോൾ അതിനനുസരിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം. വിവേകാനന്ദ പാറയിലേക്കുള്ള യാത്ര 3 ദിവസമായി നിരോധിച്ചിരിക്കുന്നു. ഇന്ന് പ്രധാനമന്ത്രി ഇറങ്ങിയ ശേഷവും നാളെ മുതലാകും അവിടേക്ക് ആളുകൾക്ക് പോകാൻ കഴിയുന്നത്. പക്ഷെ അതുകൊണ്ടുകൂടിയാകാം ഇന്ന് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഒരു കുറവിടെ കാണാം. ഇവിടെ ത്രിവേണി സംഗമത്തിലും ഒക്കെ വരാനുള്ള അവസരം, ബീച്ചിലേക്ക് ഇവിടെ വരാനുള്ള അവസരം ആളുകൾക്കുണ്ട്. അപ്പോഴും ബീച്ചിൽ ഇറങ്ങാനുള്ള അനുമതി പോലീസ് നൽകുന്നില്ല. പകരം ഇവിടെ വന്ന് ആളുകൾക്ക് അത്രയും ബീച്ച് കണ്ടുപോകാം. പ്രധാനമന്ത്രി അവിടെ ഉണ്ട്, വിവേകാനന്ദ പാറ കണ്ടു മടങ്ങാം, ക്ഷേത്ര ദർശനത്തിന് അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇന്നലെ നമ്മൾ കണ്ട തിരക്ക് ഇപ്പോൾ ഇവിടെ ഇല്ല. പോലീസിന്റെ ഈ ശക്തമായ സുരക്ഷാ ക്രമീകരണ ഭാഗം കൂടിയാകാം ആളുകൾ ആ രീതിയിൽ കുറയുന്നത്. നാളെ മുതൽ കന്യാകുമാരി പതിവിലേക്ക് മടങ്ങും. സ്വാഭാവികമായും പ്രധാനമന്ത്രി വന്നുപോയ അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ടൂറിസം രംഗത്ത്, അത് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായും ആത്മീയ ടൂറിസത്തിന്റെ കാര്യത്തിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ കൂടി ഇവിടുത്തുകാർക്ക് ഉണ്ട്. ബിജെപിയും അതുതന്നെയാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി വന്ന് 2 രാപകലുകൾ ചെലവഴിച്ച ഇടം, ധ്യാനം എന്ന സ്ഥലം എന്ന രീതിയിൽ കൂടി വിവേകാനന്ദ പാറയ്ക്കിടെ പ്രസക്തി ഇനി മാറുകയാണ്. അതാണ് കന്യാകുമാരിക്ക് കൂടുതൽ മുന്നേറ്റം, ഈ ടൂറിസം ആത്മീയ വിനോദസഞ്ചാര മേഖല ഉണ്ടാകുമെന്ന പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. നേരത്തെ ലക്ഷദ്വീപിലൊക്കെ പ്രധാനമന്ത്രി പോകുമ്പോൾ അതിനുശേഷം ലക്ഷദ്വീപിന് വലിയൊരു ടൂറിസം മുന്നേറ്റം ഉണ്ടാകും എന്നതരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. വലിയ രീതിയിൽ ആളുകൾ ലക്ഷദ്വീപ് സെർച്ച് ചെയ്യുന്നതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. അത്തരമൊരു ടൂറിസം രംഗത്തെ ഒരു വളർച്ച കന്യാകുമാരി, ഇപ്പോഴത്തെ കന്യാകുമാരി അതിപ്രശസ്തമാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ്. ആ രീതിയിൽ ഉള്ള കന്യാകുമാരി കുറച്ചുകൂടി ഈ രംഗത്ത് മുന്നേറുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. ശരി, വി അരുണാണ് കന്യാകുമാരിയിൽ നിന്നും തത്സമയം ചേർന്നത്. പ്രധാനമന്ത്രി ഇന്ന് ധ്യാനം പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കം 57 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. എക്സിറ്റ് പോളുകൾ ഇന്ന് വൈകിട്ട് പുറത്തുവരും. ജൂൺ 4-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതേസമയം ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. അതേസമയം ഇന്ത്യ മുന്നണിയുടെ യോഗം ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ ചേരും. രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, നിർണായകമായ ദിവസമാണ്. അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങളായ മണ്ഡലങ്ങൾ? വിവരങ്ങൾ. അശ്വതി, 2.5 മാസത്തിലധികം നീണ്ടുവന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. 7ാം ഘട്ട വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതായാലും 57 മണ്ഡലങ്ങളിലാണ് ഈ 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് മാർച്ച് മാസം 16-ാം തീയതിയാണ്. അതിനുശേഷം ഇപ്പോൾ ഓരോ ഘട്ടം പിന്നിട്ട് 7ാം ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. 486 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അവസാനിച്ചു. ഇനി 57 മണ്ഡലങ്ങൾ. ഏതായാലും ഇതിനോടകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ കണക്കൂട്ടലൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ രൂപീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ മുൻപത്തെ അപേക്ഷിച്ച് പ്രകടനം മെച്ചപ്പെടുത്താൻ കഴിയും എന്നൊരു കണക്കൂട്ടലൊക്കെ തന്നെ മുന്നണികളെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 57 മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ ഘട്ടത്തിലും അവസാന ഘട്ടത്തിലും കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മികച്ച പ്രകടനം ആവർത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് മുന്നണികളെ സംബന്ധിച്ച് ഉള്ളത്. കഴിഞ്ഞ തവണ 25 സീറ്റിലാണ് BJP ഈ ഘട്ടത്തിൽ വിജയിച്ചിരുന്നെങ്കിൽ BJPയെ സംബന്ധിച്ച് താരതമ്യേന സീറ്റുകൾ കുറവുള്ള ഘട്ടമാണ്. അപ്പോൾ അവർക്ക് അവർ അവകാശപ്പെടുന്നത് പോലെ ഒരു 400 അല്ലെങ്കിൽ 370 സീറ്റുകൾ നേടണമെങ്കിൽ, അല്ലെങ്കിൽ 2019-നേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ ബംഗാൾ, ഒപ്പം തന്നെ പഞ്ചാബ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ
കൂടുതൽ സീറ്റുകൾ നേടേണ്ടതുണ്ട്. പക്ഷേ ഒഡീഷയിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP പങ്കുവയ്ക്കുമ്പോൾ പോലും പശ്ചിമ ബംഗാളിൽ അതിന് സാധിക്കുമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പഞ്ചാബിലേക്ക് വരുമ്പോൾ ഏറ്റവും ഒടുവിൽ കർഷക സംഘടനകൾ കർഷകരെ ദ്രോഹിച്ചവർക്കെതിരെ വോട്ട് ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥനയുമായി ഈ അവസാന ഘട്ടത്തിലും രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ പഞ്ചാബിലെ വോട്ടെടുപ്പൊക്കെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇന്ന് ഇന്ത്യ മുന്നണി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വൈകിട്ടാണ് ഈ യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. 3 മണിക്കാണ് യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഏതായാലും ഈ യോഗത്തിന് എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായല്ല ബംഗാളിലെ പോരാട്ടം നടക്കുകയും ചെയ്യുന്നത്. ബാക്കി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ഏതായാലും പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി വ്യക്തമാക്കിയിരിക്കുന്നത് വോട്ടെണ്ണൽ ദിനത്തിൽ ഒരു ക്രമീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്നാണ്. സ്വാഭാവികമായും ഇന്ന് ഇത്തരത്തിൽ യോഗം ചേരുമ്പോൾ കഴിഞ്ഞ ഏതൊക്കെ സീറ്റുകളിൽ അല്ലെങ്കിൽ എത്ര സീറ്റുകൾ ലഭിക്കുമെന്ന് സംബന്ധിച്ച് പ്രാഥമിക ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടാകും. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണി നിലവിൽ കൈക്കൊണ്ടിരിക്കുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം അനുകൂലമാണ് സാഹചര്യമെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പുറത്തുള്ള BJD അടക്കമുള്ള കക്ഷികളെ ഒപ്പം നിർത്താനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ 7ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പക്ഷേ നിലവിൽ ഏതായാലും വോട്ടിംഗ് ശതമാനം ആദ്യ മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനം ലഭ്യമായിട്ടില്ല. 9 കൂടി മാത്രമായിരിക്കും ഈ പോളിംഗ് ശതമാനം ലഭ്യമാവുക. പക്ഷേ പശ്ചിമ ബംഗാളിൽ വലിയ സംഘർഷം ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ജയനഗർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന മേഖലകളിൽ വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുന്നുണ്ട്. അവിടെ ഒരു പോളിംഗ് ബൂത്തിൽ നിന്ന് EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അക്രമികൾ എടുത്തുകൊണ്ടുപോവുകയും കുളത്തിലെറിയുകയും ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ചില പോളിംഗ് ഏജന്റുമാർക്ക് അവിടെ ബൂത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് ഈ വലിയ അക്രമത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. അങ്ങനെ പോളിംഗ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തന്നെ ഈ അക്രമികൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയും കുളത്തിലെറിയുകയും ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റിടങ്ങളിലും ബംഗാളിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ബാൻനഗറിലാണ് ISF CPM പ്രവർത്തകരുമായി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷമുണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം 7 തൃണമൂൽ പ്രവർത്തകരെ ഇതിനോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നു. അങ്ങനെ അവസാനഘട്ട വോട്ടെടുപ്പിൽ വലിയ സംഘർഷം പശ്ചിമ ബംഗാളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അശ്വതി, രാകേഷ്, മറ്റൊരു കാര്യം, ഈ ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ JDS MPയും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ അമ്മ ഭവാനി രേവണ്ണയെ ഇന്ന് ചോദ്യം ചെയ്യുമെന്നറിയുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യുക. ഇന്നലെ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായ പ്രജ്വൽ രേവണ്ണയെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നല്ലോ. രാകേഷ്, ഏത് സാഹചര്യത്തിലാണ് ഈ ഭവാനി രേവണ്ണയെ ചോദ്യം ചെയ്യുന്നത്? ഒപ്പം കേസിന്റെ അന്വേഷണം അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഭവാനി രേവണ്ണയെ നേരത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘം പലതവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ തട്ടിക്കൊണ്ടു പോകിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ SITയുടെ നടപടി. കാരണം നേരത്തെ പലതവണ വിളിപ്പിച്ചിരുന്നെങ്കിലും അന്നൊന്നും തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഭവാനി രേവണ്ണ തയ്യാറായിരുന്നില്ല. ഭവാനി രേവണ്ണ അന്ന് നിലപാട് അറിയിച്ചിരുന്നത് ഹൊലെ നരസിംഹപൂരിലെ വീട്ടിൽ താൻ ഉണ്ടാകും, അവിടെ വന്ന് ചോദ്യം ചെയ്യാമെന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഏതായാലും അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. ഇന്ന് 10 മണിക്കും 5 മണിക്കും ഇടയിൽ അന്വേഷണ സംഘം എത്തും, അവിടെ ഉണ്ടാകണമെന്നൊരു അറിയിപ്പാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സമാനമായ കേസിൽ നേരത്തെ രേവണ്ണ, അതായത് HD രേവണ്ണ, ഭവാനി രേവണ്ണയുടെ ഭർത്താവ് HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചു. അതിനെതിരെയാണ് ഇന്നലെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്, വാക്കാൽ ഒരു പരാമർശം നടത്തിയത്. അതായത് കീഴ്ക്കോടതി ഉത്തരവിൽ ഗുരുതരമായ തെറ്റുകൾ ഉണ്ട് എന്ന് പരാമർശിച്ചിരുന്നു. മാത്രവുമല്ല ഭവാനി രേവണ്ണയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ഹൊലെ നരസിംഹപൂരിലെ വീട്ടിലെത്തുന്നതും ചോദ്യം ചെയ്യുന്നതും. ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യലിന് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം തന്നെ പ്രജ്വൽ രേവണ്ണ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ കോടതി 7 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. വിശദമായ ചോദ്യം ചെയ്യൽ അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നടക്കും. ഒപ്പം ഹാസനിലെ ഓഫീസിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പിനുള്ള നീക്കവും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. അശ്വതി, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വലിയ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. മൃഗബലി നടത്തിയെന്ന ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. കണ്ണൂരിൽ ഇത്തരത്തിലൊരു പൂജ നടന്നുവെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അത് വലിയ ആരോപണം ആണ് എന്ന് ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. രാജരാജേശ്വരി ക്ഷേത്രത്തിലോ പരിസരത്തോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. അട്ടപ്പാടിയിൽ വീണ്ടും അരിവാൾ രോഗിയായ ആദിവാസി യുവതി മരിച്ചു.
അഗളി മേലേക്കണ്ടിയൂർ സ്വദേശിനി സൗമ്യയാണ് മരിച്ചത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് യുവതി മരിച്ചത്. പനിയെ തുടർന്ന് കുക്കൻപാളയം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും ന്യൂമോണിയയാണെന്ന് സ്ഥിരീകരിച്ചതോടെ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ നിന്നും യുവതിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ക്വാറി ഉടമയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ വളാഞ്ചേരി സിഐ സുനിൽദാസ് കേസെടുത്ത് 3-ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപേ സുനിൽദാസ് ഒളിവിൽ പോയിരുന്നു. സുനിൽദാസിന്റെ ഗുരുവായൂരിലെ വസതിയും ഔദ്യോഗിക വസതിയും പൂട്ടിക്കിടക്കുകയാണ്. കേസിൽ സിഐ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും സൂചനയുണ്ട്. കേസിലെ 1-ാം പ്രതി SI ബിന്ദുലാൽ, 3-ാം പ്രതി അസൈനാർ എന്നിവർ റിമാൻഡിലാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഞാൻ നല്ല സന്തോഷത്തിലാണല്ലോ. ഇവിടെ 400 അടിക്കും, നിങ്ങൾ 300 അടിക്കുന്ന ഇവിടെ എല്ലാരും പറയാറ്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? അതല്ല പറഞ്ഞതേ, മോദി 400 അടിച്ച് അധികാരത്തിൽ വരും. മോദിക്കും അമിത്ഷായ്ക്കും പോലും ഇല്ല ഇത്രയും ആത്മവിശ്വാസം. നമ്മൾ അതിനുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ, ഒരുപാട് കാര്യങ്ങൾ മോദി പണി എടുത്തിട്ടുണ്ട്. പക്ഷേ 400 കുറച്ച് പാടായിരിക്കും. ബെറ്റുണ്ടോ? ഇക്കാര്യത്തിലുണ്ട്. 400 മുകളിൽ മോദിക്കും NDAക്കും സീറ്റ് കിട്ടിയാൽ രേണുക മീശ വെച്ച് ഓൺ എയർ ബെറ്റിന് ഞാൻ തരാം. ശരി. പകരം മോദി 400 അടിച്ചില്ലെങ്കിൽ 4-ാം തീയതി മീശ എടുത്ത് വാർത്ത വായിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ശരി, സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചു. 4-ാം തീയതി ഇവിടെ ഉണ്ടാവണം. അപ്പോ 4-ാം തീയതി ഇവിടെ ഉണ്ടാവണം. ഉറപ്പായിട്ടും. ഓക്കെ, കാണാം. ധ്യാനിക്കും. ജൂൺ 4 മുതൽ അമിത്ഷായ്ക്കും മോദിക്കും പണി ഉണ്ടാകില്ലെന്ന് ഖാർഗെ. നടന്നുകൂടായികയൊന്നുമില്ല, മാറിയ കാലമാണ്. നടന്നുകൂടായികയില്ല. ഇന്ത്യയെ ഇത്തവണ വരാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ തവണത്തേൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതിനല്ലാതെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തവണ ഇന്ത്യ വരില്ല, ഉറപ്പ്. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എന്തായാലും അല്ല, അപർണ എന്തായാലും 4-ാം തീയതി അല്ല, അപർണ എന്തായാലും 4-ാം തീയതി തട്ടേ കയറാൻ പോവാണ് അല്ലേ? അപ്പൊ അല്ലല്ല, ബെറ്റ് ആവുകയാണെങ്കിൽ ആ തട്ടയിൽ വെച്ച് എന്ത് ചെയ്യുന്നു പറയാം. ബെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ കാവി വസ്ത്രം വെച്ച് രുദ്രാക്ഷം ഇട്ട് ഞാൻ ആവശ്യമില്ലാത്ത പണി മേടിച്ചു വെക്കില്ല, ആവശ്യമില്ലാത്ത പണി മേടിച്ചു വെക്കില്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. എനിക്കെന്താ, എനിക്ക് വേണം മീശയില്ലാതെ, അല്ല മീശ അടിച്ച് വാർത്ത വായിക്കാത്ത വരെ വേണമെങ്കിൽ എനിക്ക് പറയാം. ധൈര്യമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ധൈര്യമില്ല. തൊപ്പി വെച്ച് വേണം വാർത്ത വായിക്കാൻ. വേണോ? തൊപ്പി വെച്ച് വാർത്ത വായിക്കാം, ഒരു സംശയവും ഇല്ല. ഇതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാവി ഡ്രസ് ഇട്ട് വായിക്കും. തൊപ്പി തൊപ്പി വീണ്ടും വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. ഇടുക്കിയിലും എറണാകുളത്തും പുലർച്ചെ വരെ കനത്ത മഴ പെയ്തു. ഇടുക്കിയിൽ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. കനത്ത മഴയെ തുടർന്ന് ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്യാൻ 3 മണിക്കൂർ വൈകിയതിനാൽ മടക്കയാത്ര വൈകുകയാണ്. എറണാകുളത്ത് വെള്ളക്കെട്ട് ഒഴിവായെങ്കിലും ദുരിതം അവസാനിച്ചിട്ടില്ല. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനം തുടരുകയാണ്. അതേസമയം വെള്ളക്കെട്ടിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ രാഷ്ട്രീയ പോരും മുറുകുകയാണ്. ഇന്നലെ കളമശ്ശേരി നഗരസഭയിലേക്ക് CPM-ഉം മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് കൊച്ചി കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്നും സാഗർ ഇടുക്കിയിൽ നിന്നും ചേരുന്നു. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, കൊച്ചിയെ സംബന്ധിച്ച് വലിയ മഴ ഇന്നലെ രാത്രിയും പെയ്യുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവായിട്ടുണ്ടെങ്കിലും വെള്ളക്കെട്ടിലുള്ള രാഷ്ട്രീയ പോര് തകർക്കുകയാണ്. ഇന്നും കോൺഗ്രസിന്റെ മാർച്ചുണ്ട് കോർപ്പറേഷനിലേക്ക്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ മഴ മാറി നിൽക്കുവാണോ? അശ്വതി, മഴ മാറി നിൽക്കുന്നു എന്ന് പറയാൻ കുറച്ച് കുറയുന്നു. അതായത് ഇടവേളകളിലാണ് അത്തരം ചില ഇടവേളകളാണ് കുറച്ച് ആശ്വാസം നഗരവാസികൾക്കുള്ളത്. പൂർണ്ണമായും മഴ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ മഴ മാറിയെന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ശക്തമായ മഴ വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത്
എറണാകുളത്ത് തന്നെയാണ്. പക്ഷേ മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഏത് സമയവും വലിയ രീതിയിൽ മഴ വരാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഈ സമയം വരെ വലിയ ശക്തമായ രീതിയിലേക്ക് മഴ മാറിയിട്ടില്ല. അതേസമയം തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴ തുടരുന്നുണ്ട്. കളമശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ ശക്തമായിട്ട് ഇടയ്ക്കിടെ തുടരുന്നുണ്ട്. അതിനൊരു കെടുതി കൂടുതലായും അനുഭവിക്കുന്നത് ജനങ്ങൾ തന്നെ, കൂടുതലെന്നല്ല മുഴുവനായി അനുഭവിക്കുന്നത് ജനങ്ങൾ തന്നെയാണ്, സാധാരണക്കാർ തികച്ചും. പലയിടങ്ങളിലും വെള്ളക്കെട്ട് പൂർണ്ണമായും ഇറങ്ങുന്നില്ല. വെള്ളം മാറി വീടുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ വീണ്ടും മഴയെത്തുന്നു. വീണ്ടും പഴയതുപോലെ തന്നെ വെള്ളക്കെട്ടിലാവുന്നു. വീണ്ടും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കളമശ്ശേരിയിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടത് അതേപോലെയാണ്. സമാനതകളില്ലാത്ത ദുരിതമാണ് ഈ കാലവർഷക്കാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ വലിയ അപര്യാപ്തത തന്നെയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ ആലോചനകളില്ലാതെ ഈ കാനകൾ അതിൻ്റെ ഒരു കണക്ടിവിറ്റി ഇതെല്ലാം ചെയ്യുന്നത് വലിയ കൂടിയാലോചനകളോ ആസൂത്രണങ്ങളോ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോ ഒന്നും പരിഗണിക്കാതെ നിർമ്മിച്ചു കൂട്ടുന്നതിൻ്റെ തിക്തഫലങ്ങൾ പലതും തന്നെ നഗരവാസികൾ അനുഭവിച്ചു വരുന്നു. ഒപ്പം ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും തന്നെ പ്രവർത്തനം തുടരുന്നുണ്ട്. മഴ മൂലം ഇന്ന് ഉണ്ടായിരുന്ന ഒരു വിഷയങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എമിറേറ്റ്സിൽ നിന്ന് ദുബായ് വിമാനം യാത്ര വൈകുന്നു. 10 മണിയോടുകൂടി ടേക്ക് ഓഫ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ ഇവിടെ എത്തേണ്ട വിമാനം ശക്തമായ മഴ മൂലം ബംഗളൂരുവിലേക്കും പിന്നീട് അതിനുശേഷം കൊച്ചിയിലേക്കും തിരിച്ചെത്തി. പക്ഷെ ഇവിടെ നിന്ന് ഇനി 10 മണിയോടുകൂടിയാണ് അത് പുറപ്പെടാൻ സാധിക്കുകയുള്ളൂ. പുലർച്ചെ തന്നെ തിരിച്ചു മടങ്ങേണ്ടതാണ്. ഒപ്പം വൈറ്റ്ല ഭാഗത്ത് ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ ഒരു അപകടമുണ്ടായിരുന്നു. അതും ഇതിൽ പെടുന്നതാണ്. ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിലേക്കെല്ലാം തന്നെ യാത്രാ ദുരിതങ്ങളിലേക്കും വരുന്നുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടൊരു വിഷയങ്ങൾ ഇത് ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിക്കുന്നതിൽ കോൺഗ്രസും CPM-ഉം പരസ്പരം മത്സരിക്കുന്നുണ്ട്. തങ്ങളുടേതല്ല പഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സമരങ്ങളിലേക്ക് ഇറങ്ങുന്നത്. കളമശ്ശേരിയിൽ UDF ഭരിക്കുന്ന നഗരസഭയിൽ ഇതിൻ്റെ ഈ വെള്ളക്കെട്ടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ് എന്നാണ് അവിടെ CPM പറയുന്നത്. മന്ത്രി P. രാജീവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം യോഗത്തിൽ പറഞ്ഞത് വെള്ളക്കെട്ടിൻ്റെ ഉത്തരവാദി ആരെന്ന് നിങ്ങൾ നഗരസഭയോട് ചോദിക്കുക എന്നാണ്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉളവാക്കി. തുടർന്ന് P. രാജീവിൻ്റെ ഓഫീസിലേക്ക് കോൺഗ്രസും കൗൺസിൽ ഹാളിലേക്ക് നഗരസഭാ ഓഫീസിലേക്ക് CPM-ഉം മാർച്ച് നടത്തുകയുണ്ടായി. കൊച്ചി നഗരസഭയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതിൽ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണം ഇതെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇന്ന് നഗരസഭാ ഓഫീസിലേക്ക് കോൺഗ്രസിൻ്റെ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. നഗരസഭയുടെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിലേക്ക് നഗരം മുങ്ങുവാനുള്ളൊരു കാരണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരം വാദപ്രതിവാദങ്ങൾ മുറുകുമ്പോഴും ജനങ്ങളുടെ ദുരിതത്തിന് യാതൊരു അവസാനവുമാകുന്നില്ല എന്നതാണ്. ഓരോ മഴയിലും അവരത് തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അശ്വതി, അതാണ് ഡാനി ഞാൻ ചോദിക്കാൻ വന്നതും അതുതന്നെയാണ്. ഈ ആരോപണ പ്രത്യാരോപണങ്ങളും സമരവും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും പഴയ കൊച്ചി തന്നെയാണ്. ഒരു മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നു, യാത്രാ ദുരിതമുണ്ടാകുന്നു, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു, പലയിടങ്ങളും വെള്ളത്തിനടിയിലായി പോകുന്ന അവസ്ഥ വരെയുണ്ട്. ഇത്തവണയും അതിന് മാറ്റമില്ലല്ലോ അല്ലേ? കാലവർഷം തുടങ്ങിയിരിക്കുന്നു. ഒരു മാറ്റവുമില്ല. കാരണം നമ്മൾ കുറച്ച് നാളുകളായി കാണുന്നത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ അത് കൊച്ചി മെട്രോയ്ക്കകത്തിരുന്ന് താഴെയുള്ള വെള്ളക്കെട്ടുകൾ കാണാമെന്നതിനപ്പുറത്തേക്ക് മറ്റൊരു മാറ്റവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. വലിയ രീതിയിൽ നഗരത്തിൽ ഇത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന്, ദുരിതങ്ങൾ ഒഴിവാക്കുന്നതിനുള്ളൊക്കെ ആസൂത്രിതമായ ഒരു പദ്ധതി ഉണ്ടാകുന്നില്ല. പലതും പാതി വഴിയിൽ തന്നെ അവസാനിക്കുകയാണ്. മുല്ലശ്ശേരി കനാലിൻ്റെ നിർമ്മാണം ബ്രേക്ക് ത്രൂവിൻ്റെ ഘട്ടങ്ങളിലും ഇതെല്ലാം തന്നെ വരേണ്ടതായിരുന്നു. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ പൂർത്തിയാക്കാതെ പല ഇടങ്ങളിലും ഈ രീതിയിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടത്തും ജനങ്ങൾ ഇതിൻ്റെ രൂക്ഷത അനുഭവിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ എറണാകുളം കച്ചേരിപ്പടി ഭാഗത്തു നിന്നുള്ളതാണ്. സ്ലാബ് ഒടിഞ്ഞ് പോയിരിക്കുന്നു. അത് ഈ രീതിയിൽ കെട്ടിവെച്ച് നിലനിർത്തിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു ആസൂത്രണവുമില്ല. ഇതെന്ത് ചെയ്യുമെന്ന് കോർപ്പറേഷൻ അധികൃതർക്ക് പോലും വലിയ നിശ്ചയമൊന്നുമില്ല. പലയിടത്തും നഗരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലെല്ലാം തന്നെ പരാജയമായെന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയൊരളവ് ശരിവയ്ക്കുന്ന ദൃശ്യങ്ങൾ പലയിടത്തും കാണാം. ആകെ ഒരു ആശ്വാസം മഴയുടെ തോർച്ചകളിൽ ഒരു ജനങ്ങൾ ആശ്വാസം കൊള്ളുന്നുണ്ട്.
കാരണം വെള്ളം ഒഴുകിപ്പോകാൻ കഴിയുന്നു. എന്നാൽ അത് തങ്ങൾ നടപ്പാക്കിയ പദ്ധതികളുടെ ഒരു വിജയമാണെന്നാണ് ഭരണപക്ഷം അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് വെള്ളം ഒഴുകിപ്പോകാനായിട്ടെല്ലാം തന്നെ സാധിക്കുന്നത്. മഴയുടെ അളവ് കൂടുന്നു. അത് കൊച്ചി നഗരത്തിൽ നിലവിലുള്ള സംവിധാനങ്ങൾക്ക് താങ്ങാവുന്നതിനും പര്യാപ്തമായതിനും അപ്പുറത്താണ് മഴയുടെ അളവെന്ന് പറയുന്നു. ഒരു പരിധിവരെ അതിലും സത്യമുണ്ട്. പക്ഷേ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മുൻകൂട്ടി മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യം വലിയ രീതിയിൽ ഈ അവസരത്തിലും ഉയരുന്നുണ്ട്. ശരി, അതാണ് കൊച്ചിയുടെ അവസ്ഥ. മഴയിൽ പഴയ രീതിയിൽ തന്നെ തുടരുകയാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല വെള്ളക്കെട്ടിന് എന്നുള്ളതാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ വലിയ മഴയുണ്ടായിരുന്നു പുലർച്ചെ വരെ. പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരുന്നു. സാഗർ ചേരുന്നു വിവരങ്ങളുമായി. സാഗർ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മഴ കുറഞ്ഞു നിൽക്കുകയാണോ? മലങ്കര ഡാമിന്റെ ഷട്ടർ തുറന്നിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? ആക്ച്വലി ഇപ്പോൾ ജില്ലയിൽ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. എന്നാലും മഴ പെയ്യുവാനുള്ള ഒരു അന്തരീക്ഷമാണ് ജില്ലയിൽ ഒട്ടാകെ നിലനിൽക്കുന്നത്. ഇപ്പോൾ മലങ്കര അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ തുറന്ന് കൂടുതൽ അളവിൽ ഇന്ന് രാവിലെ മുതൽ പുറത്തേക്ക് വെള്ളം ഒഴുക്കി തുടങ്ങി. ഇതുമൂലം തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവരോട് കനത്ത ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴയാണ് ജില്ലയിൽ വ്യാപക നാശം വിതച്ചത് എന്ന് തന്നെ പറയാം. ഇന്നലെ ഉച്ചയ്ക്ക് 3:30-ക്ക് ശേഷമാണ് ജില്ലയിലെ തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയിൽ വ്യാപകമായ ഒരു നാശം വിതച്ചത്. ഇത് കരിപ്പലങ്ങാട് എന്ന് പറയുന്ന ഭാഗത്ത് വ്യാപകമായ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ജില്ലയുടെ ലോ റേഞ്ച് മേഖലയിൽ പലയിടത്തും ഉരുൾപൊട്ടലും ഉണ്ടായി. ഈ മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു. കാറ് 5-ലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. ഇതിൽ 2 വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി. തലനാരിഴയ്ക്കാണ് ഒരു വൻ ദുരന്തം ഒഴിവായതെന്ന് തന്നെ പറയാനാവും. തൊട്ടടുത്ത് തന്നെ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഈ വീട്ടിൽ ഒരു യുവതി ഉണ്ടായിരുന്നു. എന്നാൽ അവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഈ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ഇന്നലെ രാത്രി പുളിയന്മല തൊടുപുഴ സംസ്ഥാന പാത ഇന്നലെ രാത്രി ഈ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടെ ഭാഗികമായി മാത്രമേ ഈ വഴി തുറന്നു കൊടുക്കുവാൻ അധികൃതർക്ക് സാധിച്ചിട്ടുള്ളൂ. കാരണം വലിയ തോതിൽ തന്നെ മരങ്ങളും മണ്ണും ഇടിഞ്ഞ് റോഡിലേക്ക് വീണ് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിരുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണ് പലയിടത്തും വൈദ്യുതി ബന്ധവും താറുമാറായിട്ടുണ്ട്. ജില്ലയിൽ ഇത്തരത്തിൽ മഴ ആരംഭിച്ചപ്പോൾ തന്നെ ഒട്ടേറെ ഒരു നാശം വിതയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ പലയിടത്തും ഉരുൾപൊട്ടി, ചെറിയ തോതിലാണെങ്കിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടൽ വ്യാപകമായി ഹെക്ടർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയതായാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ തന്നെ ആ ഒരു ആശങ്കയോടെ തന്നെയാണ് ഈ ജില്ല നോക്കിക്കാണുന്നത്. ശരി സാഗർ, എന്തായാലും കാലവർഷം തുടങ്ങിയതേ ഉള്ളൂ. ഇടുക്കി ജില്ലയിൽ വലിയ ദുരിതമുണ്ട്. സാഗറാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം പനത്തുറയിൽ കടൽ ഭിത്തി തകരുന്നു. ദീർഘകാലമായി നവീകരണ പ്രവൃത്തി നടക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ശക്തമായ തിരയടി തുടർന്നാൽ കടൽ ഭിത്തി പൂർണ്ണമായും തകരുകയും നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്യും. കാലവർഷം കൂടി എത്തിയതിനാൽ 200ഓളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. ശക്തമായ തിരയടി പനത്തുറ നിവാസികളെ തള്ളിയിടുന്നത് കൊടും ഭീതിയിലേക്ക്. ഇനിയൊരു കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ കടൽ ഭിത്തിക്ക് ശേഷിയില്ലെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ശക്തമായ തിരയടിയിൽ കടൽ ഭിത്തിയിലെ പകുതിയിലധികവും കല്ലുകളും ഇളകിത്തെറിച്ചു. ഇനി ഒരു വരി കല്ല് മാത്രമാണ് അവശേഷിക്കുന്നത്. ഞങ്ങൾക്ക് കിടക്കാൻ നിവർത്തിയില്ല. വീട് അതുപോലെ അതാണ്. എല്ലാം പൊട്ടി അകത്തൂടെ വെള്ളം കയറി ഞങ്ങൾ ഇരുന്ന് നേരം വെളുപ്പിക്കുക. ഈ കടൽ ഇനി വന്ന ഇന്നലെ ആണെങ്കിൽ ഇവിടെ കായൽ കിടന്ന പോലെ കിടന്നു. അത്രയും അറ്റി അങ്ങ് പോയി. കല്ലുകളൊക്കെ അത് അത്രയും ഇടിഞ്ഞ് ചരിഞ്ഞ് ഒക്കെ വീണ് കിടക്കണം. ആരെ കൊണ്ട് സാധിക്കും കടലിൽ അടിച്ച് നിർത്താൻ? എന്ത് ചെയ്യാൻ? നമ്മളെ ജീവിതം ഇങ്ങനെയാണ് പോയി. 8 വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക രീതിയിലുള്ള കടൽഭിത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരുന്നു. എന്നാൽ നവീകരണ പ്രവൃത്തികളൊന്നും നടത്താൻ അധികാരികൾ തയ്യാറാകാത്തതിനാൽ അതിൽ പകുതിയും തകർന്നു വീണു. ആഞ്ഞടിക്കുന്ന തിരകളെ ചെറുക്കാൻ കടൽഭിത്തി ഇല്ലാതായാൽ 200ഓളം വീടുകളിൽ കടൽ വെള്ളം നിറയും. നിലവിൽ കാൽനട പോലും ദുഷ്കരമായ അവസ്ഥയിലാണ്. കാലവർഷം എത്തിയതിനാൽ കലിതുള്ളി മഴയെത്തിയാൽ എന്തു ചെയ്യുമെന്ന ഭീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. റിമാൽ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറിയതിനെ തുടർന്ന് മണിപ്പൂരിൽ പ്രളയം. ഇടമുറിയാതെ പെയ്ത മഴയിൽ സംസ്ഥാനത്തെ മിക്കയിടങ്ങളും വെള്ളത്തിനടിയിലായി.
MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥുൻ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ ദുരിതമാണ് മണിപ്പൂരിലുള്ളത് എന്ന്. വീടുകളുടെ മേൽക്കൂര മാത്രമാണ് പുറത്തു കാണുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ഈ പ്രളയം ബാധിച്ചിട്ടുള്ളത്? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, നോർത്ത് ഈസ്റ്റിൽ മാത്രം നിലവിൽ 40-ലധികം പേർ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത് മണിപ്പൂരിലെ ഇംഫാലിലാണ്. ഇംഫാലിലെ താഴ്വരയിലാണ് 2 നദികൾ കരകവിഞ്ഞതിനെ തുടർന്നാണ് ഈ ഒരു വലിയ പ്രളയം ഉണ്ടാവുകയും ചെയ്തത്. റിമാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര മഴയായി മാറിയതിനെ തുടർന്ന് ഇപ്പോഴും നിലയ്ക്കാത്ത രീതിയിൽ തന്നെ മണിപ്പൂർ മേഖലയിലും ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ തന്നെ പെയ്തുകൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2 ലക്ഷത്തിലധികം ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. ഏകദേശം 25,000-ലധികം വീടുകൾ പൂർണ്ണമായും തകരുകയും ചെയ്തു. ഭാഗികമായി ഏകദേശം 10,000-ലധികം വീടുകൾ തകരുകയും ചെയ്തു. അതിൽ കൂടുതൽ പേർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടി അത് ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതിനെ തുടർന്നാണ് വലിയൊരു അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ മരണസംഖ്യ ഉയരാത്ത ഒരു സാഹചര്യം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. NDRFന്റെ കൂടുതൽ സേനയെ ഇന്നും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അല്പസമയത്തിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ ഇതിന് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ വേണോ അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ NDRFന്റെ കൂടുതൽ സേനാ വിഭാഗത്തെ അങ്ങോട്ടേക്ക് അയക്കാൻ അല്ലെങ്കിൽ ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ സേനയുടെ ആവശ്യമുണ്ട് എങ്കിൽ അത്തരത്തിൽ അവിടെ സജ്ജമായിരിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇംഫാലിലെ നദി കവിഞ്ഞൊഴുകി നഗരപ്രദേശങ്ങളിലേക്കൊക്കെ ഒഴുകിയെത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നിന്ന് നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വീടുകളും ഒലിച്ചു പോവുകയും ചെയ്തു. ആ പ്രദേശങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ നിലവിൽ നേരത്തെ ഉള്ള ദൃശ്യങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് വിടും. അവിടെ പൂർണ്ണമായും ഏകദേശം ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശമായിരുന്നു. പക്ഷേ അവിടെയെല്ലാം തന്നെ ഇപ്പോൾ വീടുകളോ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിൽ വീടുകളോ ഒന്നും തന്നെ ഇല്ല. അതെല്ലാം തന്നെ ഒഴുകിപ്പോയതായിട്ടാണ് നമുക്ക് പ്രകടമാവുകയും ചെയ്യുന്നത്. ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. പലരെയും കാണാതായിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വലിയ രീതിയിൽ തുടരുന്നുണ്ട്. ഇന്നും കൂടുതൽ സേനാ വിഭാഗത്തെ അവിടേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒപ്പം തന്നെ ദേശീയ NDRFന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്യുന്നത്. ഏകദേശം ഇനിയും 1 ലക്ഷത്തിലധികം ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വീടുകൾ തകർന്നു വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഭാഗികമായി തകർന്ന വീടുകളിലൊക്കെ തന്നെ ഇപ്പോഴും ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒപ്പം തന്നെ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ 40-ലധികം പേരാണ് നോർത്ത് ഈസ്റ്റിൽ മൊത്തം ഈ റിമാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതിനെ തുടർന്നുണ്ടായ മഴയെ തുടർന്ന് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന 40 പേരിലധികം പേരാണ്. നിലവിൽ മരണസംഖ്യ വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് മിഥുൻ, മണിപ്പൂരിലെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ദുരിതമാണ് മണിപ്പൂരിലുള്ളത്. പ്രളയം ഉണ്ടായിരിക്കുന്നു. ഇടമുറിയാതെ മഴ പെയ്യുകയാണ്. അത് മിക്കയിടങ്ങളിലും മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇംഫാലിലാണ് ഏറ്റവും അധികം ദുരിതമുള്ളത് എന്ന് MG മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നു. മിഥുൻ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ അത്യുഷ്ണം അത് തുടരുകയാണ്. കനത്ത ചൂടിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചവരുടെ എണ്ണം 85 മാറിയിരിക്കുന്നു. ആകെ മരണം 100 കടന്നു. അടുത്ത 2 ദിവസം കൂടി കടുത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഗുരുതരമായൊരു സാഹചര്യമല്ലേ? ഇനിയും 2 ദിവസം എന്ന് പറയുമ്പോൾ അത് താങ്ങാനാകുമോ ഉത്തരേന്ത്യക്ക്? അശ്വതി, അത്യുഷ്ണം അതിതീവ്രമായി തുടരുകയാണ് ഉത്തരേന്ത്യയിൽ. നിലവിൽ ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ രാത്രിയോടെ രേഖപ്പെടുത്തിയത് 52 ഡിഗ്രി സെൽഷ്യസാണ്. അത്തരത്തിൽ അത്യുഷ്ണം അതിഭയാനകരമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നിലവിൽ 100-ന് മുകളിലേക്ക് ഈ ഒരു മരണസംഖ്യ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85ഓളം പേരാണ് മരണപ്പെട്ടത്. ഈ 85 പേരിൽ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ 46 പേരാണ് ഒഡീഷയിൽ മാത്രം മരണപ്പെട്ടത്. ബീഹാറിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടക്കം കഴിഞ്ഞ ദിവസം 16 പേർ മരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് പ്രകടമാകുകയും ചെയ്യുന്നത്. അടുത്ത 2 ദിവസം കൂടി കടുത്ത ചൂട് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ മരണസംഖ്യ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നാഗ്പൂരിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ താപനില റിപ്പോർട്ട് ചെയ്തത്. 54
44 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയതായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഡൽഹിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 52 ഡിഗ്രി, രാജസ്ഥാനിലായിരുന്നു നേരത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയെങ്കിൽ അതിപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും, അതായത് ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിഭാഗങ്ങളെ, അതായത് അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ ആളുകൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഡൽഹിയിൽ വെള്ളം ലഭിക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്, കടുത്ത വരൾച്ചയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ കുടിവെള്ളം ലഭിക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഹരിയാനയിൽ നിന്നാണ് ഡൽഹിയിലേക്ക് വെള്ളം എത്തിയിരുന്നത്, അത്തരത്തിൽ അത് നിലച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. അത്തരത്തിൽ ഉത്തരേന്ത്യയെ സംബന്ധിച്ച് അത്യുഷ്ണത്തിൽ വലയുകയാണ് ജനങ്ങൾ. കൂടുതൽ പേർ മരണത്തിന് കീഴടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത 2 ദിവസങ്ങൾ കൂടി ഈ അത്യുഷ്ണം അതിഭീകരമായി തുടരും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, MG മിഥുനാണ് വിശദവിവരങ്ങൾ നൽകിയത്. എറണാകുളം വൈറ്റിലയ്ക്ക് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ പിന്നിൽ ലോറിയും ലോറിക്ക് പിറകിൽ ടൂറിസ്റ്റ് ബസ്സും ഇടിക്കുകയായിരുന്നു. യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. താമരശ്ശേരി ചുരത്തിൽ തടി ലോറി മറിഞ്ഞു. ചുരം 2ാം വളവിന് താഴെ പുലർച്ചെ 3:30യോടെയായിരുന്നു അപകടം. വയനാട്ടിൽ നിന്നും മരം കയറ്റി ചുരം ഇറങ്ങുകയായിരുന്ന ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ലോറിയിൽ ഉണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വൺ വേ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത്. മരം നീക്കം ചെയ്ത് ലോറി ഉയർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ലോക്കോ പൈലറ്റുമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അനിശ്ചിതകാല സമരം തുടങ്ങും. ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷനാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ ലോക്കോ പൈലറ്റുമാരുടെ പ്രതിഷേധ പ്രകടനം നടക്കും. ഡ്യൂട്ടി സമയം 10 മണിക്കൂറാക്കി കുറയ്ക്കുക, പ്രതിവാര വിശ്രമം 46 മണിക്കൂറാക്കുക, തുടർച്ചയായുള്ള നൈറ്റ് ഡ്യൂട്ടി 2 ദിവസമാക്കി കുറയ്ക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്കോ പൈലറ്റുമാർ പ്രതിഷേധിക്കുന്നത്. സ്ഥലപരിമിതി എന്ന പ്രതിസന്ധിയോട് മല്ലിടുമ്പോഴും പ്രവേശനോത്സവം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മലപ്പുറം മേൽമുറി GMUP സ്കൂൾ അധികൃതർ. മുൻവർഷത്തേക്കാൾ കുട്ടികൾ സ്കൂളിൽ പ്രവേശനം നേടിയപ്പോൾ പ്രവേശനോത്സവവും പോയ തവണത്തേക്കാൾ ഗംഭീരമാക്കാനാണ് സ്കൂൾ അധികൃതരുടെ ശ്രമം. CV അനുമോദിന്റെ റിപ്പോർട്ട്. ഞാനുള്ളത് ഏതെങ്കിലും കുട്ടികളുടെ പാർക്കിലല്ല, മലപ്പുറം മേൽമുറി GMUP സ്കൂളിലാണ്. സ്കൂൾ തുറക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. കുട്ടികളെ വരവേൽക്കാൻ സ്കൂളുകളൊക്കെ ഒരുങ്ങുകയാണ്. മേൽമുറി സ്കൂളും അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ക്ലാസ് റൂമുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചിത്രം വരച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അത് പെയിൻറ്റിങ്ങിൻ്റെ ജോലികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അപ്പുറത്ത് കുട്ടികൾ പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ വിലയിരുത്താൻ അധ്യാപകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരം ടീച്ചറെ. ഇപ്പോൾ ആദ്യം നമുക്ക് കാണുമ്പോൾ ഒരു ക്ലാസ് മുറി എന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം പോലെ തോന്നും അല്ലേ? എങ്ങനെയാണ് കുട്ടികളെ നമ്മുടെ ഈ ഒരു പഠന സംവിധാനത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ ആദ്യം അവർക്ക് കാഴ്ചയിൽ തന്നെ ഒരു ആകർഷണം തോന്നണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചാണിത്. അപ്പോൾ ഇതിങ്ങനെ 8 ക്ലാസ്സുകൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പുറമെ ഒരു പാർക്കും ഉണ്ട് ഇവിടെ. അത് സ്കൂളിന്റെ സ്ഥല പരിമിതി കാരണം ബാക്കിലാക്കിയിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഒരുക്കങ്ങളുമായിട്ട് ഞങ്ങൾ തുടരുകയാണ്. സ്കൂളിപ്പോൾ ഉള്ളത് സ്ഥലപരിമിതി കാരണം 3 ഭാഗത്തായിട്ടാണ്. ഇതിപ്പോൾ LP സെക്ഷനാണ്. ഇത് ഗവൺമെന്റ് ബിൽഡിങ്ങിലും ബാക്കി 2 ഭാഗങ്ങൾ ഞങ്ങളിപ്പോഴും വാടക കെട്ടിടത്തിലാണ്. അപ്പോൾ PTA വളരെ കൂടിയ സഹകരണത്തോടെ തന്നെ 1 ഏക്കർ 75 സെന്റോളം ഞങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ഥലം കണ്ടെത്തി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ചില നിയമ നൂലാമാലകൾ കാരണം അത് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് വാല്യുവേഷനിൽ കൊടുത്ത വിലയേക്കാൾ വളരെ കുറഞ്ഞു കിട്ടിയത് കാരണം അത് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ കിഫ്ബിയിൽ നിന്ന് 1,30,00,000 ഞങ്ങൾക്ക് പാസ്സായി കിടക്കുന്നുണ്ട്. അതും ബിൽഡിംഗ് കയറ്റണമെങ്കിലും സ്കൂള് അന്താരാഷ്ട്ര നിലവാരത്തേക്ക് എത്താൻ പറ്റിയ വളരെയേറെ സൗകര്യങ്ങളുള്ള ഒരു സ്കൂളാണിത്. സ്ഥലപരിമിതി മാത്രം
ഞങ്ങൾക്കുള്ളത്. കൂടുതൽ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന ഒരു കാലമാണ്. എങ്ങനെയാണ് ഇത്തവണ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട്? എങ്ങനെയാണ്? ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇവിടെ ധാരാളം അഡ്മിഷനുള്ള സ്കൂളാണ്. എല്ലാ സ്കൂളുകളും കുട്ടികൾ കമ്മിയാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾ വരുന്ന കുട്ടികളെ ഇരുത്താനുള്ള സംവിധാനം ഇല്ലാത്ത അവസ്ഥയാണ്. ഓരോ ക്ലാസ്സിലും ഇപ്പോഴും 50 കുട്ടികളൊക്കെയാണ് ഓരോ ഡിവിഷനിൽ ഇരിക്കുന്നത്. 30 കുട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിവിഷൻ ആവുന്ന അവസ്ഥയിലാണ്. ഒരു ക്ലാസ്സിൽ തന്നെ 50 കുട്ടി ഇരിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുന്നത്. ഒന്നാം ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ഒന്നാം ക്ലാസ്സിൽ ഇപ്രാവശ്യത്തെ അഡ്മിഷൻ 140 ഉണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ തവണ 105 കുട്ടിയാണ് ഒന്നാം ക്ലാസ്സിലുള്ളൂ. അത് ഇപ്രാവശ്യം 140 ഉണ്ട്. KG ക്ലാസ്സിൽ 131 കുട്ടികൾ ഇനിയിപ്പോൾ 2 അഡ്മിഷൻ കൂടി വന്ന് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ എല്ലാ ക്ലാസ്സിലും അതെ. ഒന്നാം ക്ലാസ്സിൽ ഈ KG ഞങ്ങളുടെ KGയിൽ നിന്ന് നേരെ ഒന്നാം ക്ലാസ്സിലേക്ക്. അതിന് പുറമെ ഇവിടെയുള്ള KG അല്ലാത്ത കുട്ടികൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ പ്രവേശനോത്സവത്തിന് ഞങ്ങളുടെ സ്ഥലപരിമിതിയുടെ ലിമിറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് തന്നെ എല്ലാവരും ആഘോഷമാക്കി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ഒരുക്കത്തിലാണല്ലോ അല്ലേ? കുട്ടികള് ഒരു അലങ്കാരത്തിന്റെ പണിയിലാണ്. പക്ഷേ എങ്ങനെയുണ്ട്? എന്താണ് ഇത്തവണത്തെ കാര്യങ്ങൾ? എങ്ങനെ? തീർച്ചയായിട്ടും നമ്മുടെ പ്രവേശനോത്സവം പിന്നെ 3-ാം തീയതി വളരെ ഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് ഞങ്ങൾ PTA-യും പിന്നെ സ്റ്റാഫും പിന്നെ വിദ്യാഭ്യാസ വകുപ്പും എല്ലാം കൂടി തീരുമാനിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയായി തന്നെ നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ അവധിയാണെങ്കിലും ഒന്ന് ഇതിനൊക്കെ മുൻകൈ എടുക്കാനല്ലേ? തീർച്ചയായിട്ടും കുട്ടികൾ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഫുൾ സപ്പോർട്ടായിട്ട് കുട്ടികൾ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്. എനിക്ക് ഈ ഒരു സ്കൂളിന്റെ ഒരു സ്വഭാവം തന്നെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്കൊരു പാർക്കിലേക്കൊക്കെ വരുന്ന ഒരു ഫീലാണ് ആദ്യം വരുമ്പോൾ തോന്നുന്നത് അല്ലേ? ഇത് ചെറിയ കുട്ടികൾക്കുള്ള ഏറ്റവും അധികം. അതെ KG ക്ലാസ് ആണ് ഇവിടെ ഈ ഭാഗത്തുള്ളത്. അപ്പൊ KG കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ. ഈ ചെയ്തത് മുഴുവൻ KG കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. KG കുട്ടികൾക്കാണെങ്കിലും ചെറിയ LP കുട്ടികൾ ഇതൊക്കെ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട്. പണ്ടത്തെ ഒരു സ്കൂൾ എന്നുള്ളൊരു കൺസെപ്റ്റ്, സർക്കാർ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും പരിമിതമായ സൗകര്യങ്ങൾ, ഏറ്റവും ചെറിയ സാഹചര്യങ്ങളാണ്. അതൊന്ന് മാറിയിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ ഇഷ്ടം തോന്നുന്ന സാഹചര്യങ്ങൾ എടുക്കുക അല്ലെ? അത് തന്നെയാണ് നമ്മളിപ്പോ പൊതുവിദ്യാലയങ്ങളും കൂടുതൽ മെച്ചപ്പെടുന്നതിന്റെ ഒന്നാമത്തെ പടിയും അത് തന്നെയാണ്. കുട്ടികൾ സൗകര്യങ്ങളല്ലേ കുട്ടികളെ ആകർഷിക്കാൻ. ഇതിന് പുറമെ മാത്രമല്ല സ്കൂളിന്റെ ക്ലാസ് റൂമുകളുടെ ഉള്ളിൽ നല്ലോണം അലങ്കരിച്ചിട്ട് തന്നെയുള്ളത്. ചിത്രപ്പണികളും കുട്ടികൾക്ക് ഓരോ ഇടങ്ങളായിട്ട് തിരിച്ചുകൊണ്ടുമാണുള്ളത്. ഇതിന് ഞങ്ങൾക്ക് ഈ ഭൗതിക സൗകര്യത്തിന്റെ ഒരു കുറവല്ലാതെ ഞങ്ങൾക്കൊരു പ്രയാസങ്ങളില്ല. മക്കളൊക്കെ ഇവിടെ അടുത്തുള്ളവർ തന്നെയാണോ? പ്രവേശനോത്സവത്തിന്റെ ഒരുക്കം തുടങ്ങിയപ്പോ തന്നെ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ചെറിയ കുട്ടികൾ അനിയന്മാരെ അനിയത്തിമാരെ വരുമ്പോ അതിനുവേണ്ടി റെഡി ആവും അല്ലേ? ഈ വെക്കേഷനൊക്കെ എങ്ങനെ വളരെ വേഗം കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? സ്കൂൾ വരാൻ വൈകിയോ? സ്കൂൾ തുറക്കാൻ വൈകിയോ? ഇല്ല. കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. മക്കളൊക്കെ ഇവിടുത്തെ തന്നെയാണ്? ഈ പരിസരത്ത് തന്നെയാണ് താമസം? അതാണോ പ്രവേശനോത്സവത്തിന് ഇപ്പോൾ റെഡിയാക്കാണോ സ്കൂളിന്? എങ്ങനെ എല്ലാവരും ഒരേ ക്ലാസ്സിലാണോ? എത്രയല്ല പഠിക്കണേ നിങ്ങളൊക്കെ? 7ക്കാണ്. അപ്പോൾ അനിയന്മാരെ അനിയത്തിമാരൊക്കെ വരുമ്പോൾ അതിന് മുമ്പ് സ്കൂളൊക്കെ ഭംഗിയാക്കാം അല്ലേ? എല്ലാവരും സ്കൂൾ തുറക്കാൻ റെഡി ആയിരിക്കുകയാണ് അല്ലേ? പുസ്തകം കിട്ടിയോ? ബുക്കൊക്കെ കിട്ടിയോ? ബുക്ക് കിട്ടിയല്ലേ? ക്ലാസ് റൂമുകളൊന്ന് കാണിക്കാം. ക്ലാസ്സൊക്കെ പറഞ്ഞ പോലെ അവസാനവട്ട ഒരുക്കത്തിലാണ്. നമുക്കറിയാം ഇത് UKG-കാരുടെയാണ്. നമുക്ക് നോക്കിയാൽ കാണാം മുകളിൽ നല്ല കുട്ടികൾക്കൊക്കെ കണ്ടാൽ നോക്കി നിൽക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളും അതിൻ്റെ ഡെമോൺസ്ട്രേഷനും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. ക്ലാസ് റൂമുകളൊക്കെ കണ്ടാൽ തന്നെ വളരെ വ്യത്യാസം നമുക്ക് അറിയാൻ കഴിയും. അത്തരത്തിലാണ് ഇതൊരു സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുവിദ്യാലയമാണ് എന്നതുകൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അത് PTA ആണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും നെടുന്നൂറാണ് നിൽക്കുന്നത് അല്ലേ? PTA-യുടെ വലിയൊരു പിന്തുണയാണല്ലോ ഇതിനുള്ളത്. പരിമിതികളെ അതിജീവിക്കുക അല്ലേ? പരിമിതികളെ അതിജീവിക്കുക. ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഏറ്റവും ഉള്ളൊരു പ്രയാസം തന്നെയാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒന്നിച്ച് ഒരു അസംബ്ലിക്ക് വിളിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു പ്രവേശനോത്സവമോ അല്ലെങ്കിൽ ആർട്സ് ഡേ അവരെ ഒന്നിച്ചൊരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു സൗകര്യമില്ല എന്നുള്ളത് വളരെ പരിമിതമാണ്. അതോടൊപ്പം ഒരു വലിയ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാം, നാട്ടുകാരും അതുപോലെ അധ്യാപകരും എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ച് സ്ഥലമെല്ലാം കണ്ടെത്തി അതിന് അഡ്വാൻസ് കൊടുക്കുകയൊക്കെ ചെയ്തെങ്കിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു അധ്യയന വർഷത്തിൽ അല്ലെങ്കിൽ ഒരു വർഷമാകുമ്പോഴേക്കും അതിന്റെ പണി ആരംഭിക്കാന്നുള്ളൊരു നിയമക്കുരുക്കിലാണ്. അതുകൊണ്ട് ആ ഒരു പ്രയാസം ഉണ്ട്. കുട്ടികൾ കൂടുതലാണ്. രക്ഷിതാക്കളും അധ്യാപകരൊക്കെ നല്ലൊരു ആവേശത്തിലാണ് കുറി. കാരണം നമുക്ക് നല്ലൊരു കഴിഞ്ഞ പ്രാവശ്യത്തിനാട്ടിയും നല്ല ഉഷാറായിട്ട് നടത്തണം എന്നുള്ള രീതിയിൽ കൂടെ രക്ഷിതാക്കളും ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ചിത്രങ്ങളും കാഴ്ചകളും ഒക്കെ പങ്കുവെക്കാനുള്ളത്. ഈ ഒരു പ്രവേശനോത്സവത്തിന്റെ ആരവത്തിനായി മലപ്പുറം മേൽമുറി GM UP സ്കൂൾ ഒരുങ്ങുകയാണ്. ഇനി കുട്ടികൾ കടന്നെത്തുന്ന ആ നിമിഷം, അതിനായുള്ള കാത്തിരിപ്പിലാണ് ഈ സ്കൂളും ഈ അധ്യാപകരും ഈ രക്ഷിതാക്കളുമെല്ലാം. മലപ്പുറത്തു നിന്നും അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.
മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. ലോക്സഭാ മണ്ഡലങ്ങളെയും തൊട്ടറിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ശൃംഖല ഇന്ത്യ എങ്ങോട്ട്, ഏറ്റവും വലിയ എക്സിറ്റ് പോളുമായി ന്യൂസ് 18 ഇന്ന് വൈകിട്ട് 5 മണി മുതൽ. ദ ബിഗ്ഗസ്റ്റ് എക്സിറ്റ് പോൾ. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. മലപ്പുറം എടപ്പാൾ നീലിയാട് വിമുക്ത ഭടൻ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. ഒളിവിൽ പോയ പ്രതിയെ കോഴിക്കോട് നിന്നും ചങ്ങരംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വേങ്ങശ്ശേരി സ്വദേശി ഗോവിന്ദൻകുട്ടിയുടെ മരണത്തിലാണ് പ്രതി റഫീഖിനെ നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. എടപ്പാൾ നീലിയാട് ആളൊഴിഞ്ഞ പറമ്പിലെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിമുക്ത ഭടൻ വെങ്ങാശ്ശേരി സ്വദേശി ഗോവിന്ദൻകുട്ടിയുടെ മരണം കൊലപാതകമാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഗോവിന്ദൻകുട്ടിയുടെ മരണത്തിന് ഏതാനും ദിവസം മുമ്പ് സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുകയും ഒരാൾ ഗോവിന്ദൻകുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. നീലിയാട് താമസിക്കുന്ന ചാലിശ്ശേരി സ്വദേശി അബ്ദുൾ റഫീഖാണ് ഗോവിന്ദൻകുട്ടിയെ മർദ്ദിച്ചതെന്നായിരുന്നു ആരോപണം. സംഭവശേഷം ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ചങ്ങരംകുളം പോലീസ് കോഴിക്കോട് നിന്നാണ് റഫീഖിനെ കസ്റ്റഡിയിലെടുത്തത്. ഈ മാസം 25-ന് ഗോവിന്ദൻകുട്ടിയും റഫീഖും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നിരുന്നതായും 26-ന് പുലർച്ചെ റഫീഖ് ഗോവിന്ദൻകുട്ടി കിടക്കുന്ന ഷെഡിലെത്തി മർദ്ദിച്ചതായും മറ്റൊരു സുഹൃത്താണ് ബന്ധുക്കളെ അറിയിച്ചത്. ഗോവിന്ദൻകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജനും ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണത്തിനൊടുവിലാണ് റഫീഖിനെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 തിരൂർ. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് പരിഹാരം തേടിയാണ് വയനാട് സ്വദേശി അജിത വിജയൻ കുവൈറ്റിലേക്ക് പോയത്. എന്നാൽ അവിടെ കാത്തിരുന്നത് ക്രൂരപീഡനങ്ങളായിരുന്നു. ഒടുവിൽ അജിത ജീവൻ ഒടുക്കിയെന്ന വിവരമാണ് കുടുംബത്തിന് ലഭിച്ചത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ് കുടുംബം. അജിതയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന സംശയമാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. കൃത്യമായി ഭക്ഷണമില്ല, വിശപ്പകറ്റാൻ പൈപ്പ് വെള്ളം മാത്രം. തൊഴിലുടമ സ്ഥിരമായി മർദ്ദിക്കും. ഒരു തവണ മണിക്കൂറുകളോളം വാഹനത്തിനുള്ളിൽ പൂട്ടിയിട്ടു. വീട്ടുടമയുടെ മർദ്ദനമേറ്റ് താടിയെല്ലിന് പരിക്കേറ്റിട്ടുണ്ട്. കുവൈത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അജിത മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ബന്ധുവിനോടും സുഹൃത്തിനോടും പറഞ്ഞ കാര്യങ്ങളാണിത്. വീട്ടിലുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒന്നും അറിയിച്ചിരുന്നില്ല. മെയ് 15-ന് അവസാനമായി വിളിച്ചപ്പോൾ നാട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഓഫീസുകാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇവർ പറയുന്നത് 3.5 ലക്ഷം രൂപ കൊടുത്തിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ, അത് അവർ കൊണ്ടാക്കൂല, അവിടുന്ന് വന്നിട്ട് പൈസ കൊടുത്തിട്ട് കൊണ്ടുപോയിക്കോളാൻ. അപ്പോൾ അവർ പറയുന്നു 2 ലക്ഷം തന്നിട്ടുള്ളൂ, പിന്നെ ബാക്കി 1.5 ലക്ഷം ഇവിടുന്ന് എടുത്ത് കൊടുക്കാനാണ്. അവരിപ്പോൾ എന്നെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. പിന്നെ തലക്കിട്ടിരിക്കുക, കുത്തുക, പിന്നെ ഉന്തി മറിച്ചിടുക, ഇതൊക്കെ അവരുടെ പരിപാടികളപ്പോൾ. എന്നാൽ അവിടെ ജോലി ചെയ്തിരുന്ന വീട്ടിൽ അജിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതായി 19-ന് ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുകയായിരുന്നു. വയനാട് കാക്കവയൽ ആട്ടക്കര വീട്ടിൽ വിജയന്റെ ഭാര്യയായ അജിത 6 മാസം മുമ്പാണ് കുവൈറ്റിലേക്ക് പോയത്. കൊടിയ മർദ്ദനം കാരണം നിലവിൽ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് മാറണമെന്ന് കുവൈറ്റിലേക്ക് കൊണ്ടുപോയ ഏജൻസിയോട് അജിത ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ വീട്ടുടമയുടെ മകളുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ഏജൻസി കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ അജിത മരിക്കില്ലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. അജിതയെ അപായപ്പെടുത്തിയതാണെന്നും ഇവർ സംശയിക്കുന്നു. അമ്മയുടെ കൂടെ പോയ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി അമ്മയായിട്ട് നല്ല കൂട്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിനോടാണ് അമ്മ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറയുന്നത്. അതായത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതായത് വീട്ടില് തൊട്ടേനും പിടിച്ചതിനൊക്കെ അമ്മേനെ അവർ തല്ലും. പിന്നെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ദിവസം ഒരു ആപ്പിൾ മാത്രമാണ് കൊടുക്കുന്നത്. അതിൽ കൂടുതലൊന്നും അമ്മ കഴിക്കാൻ കൊടുത്തിട്ടില്ല, അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ കൂടുതൽ വിശപ്പ് എന്തെങ്കിലും വന്നാൽ അമ്മ അവിടുത്തെ പൈപ്പിലെ വെള്ളം കുടിച്ചിട്ടാണ് നിന്നിരുന്നതെന്നൊക്കെ ആ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചി നമുക്ക് എന്തായിട്ടുണ്ട്, ആ വോയിസ് ഒക്കെ നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വോയിസ് ഒക്കെ നമുക്ക് കിട്ടിയപ്പോഴാണ് അവിടെ ഇത്രയും പ്രശ്നങ്ങൾ നമ്മളുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ച് ഭർത്താവ് വിജയനും മക്കളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. അജിതയുടെ സാധനങ്ങൾ ഇനിയും ഇവർക്ക് തിരികെ ലഭിച്ചിട്ടില്ല. 21-നാണ് അജിതയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചത്.
വീട്ടിലെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ എറണാകുളത്തെ ഏജൻസി വഴിയാണ് അജിത കുവൈറ്റിലെ സുലൈബിയയിലേക്ക് വീട്ടുജോലിക്കായി പോയത്. ഏപ്രിലിൽ സ്പോൺസർമാരുമായി ചില പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായതായി ഏജൻസിയിൽ നിന്ന് അറിയിച്ചിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി. ന്യൂസ് 18 വയനാട്. കേരള സർക്കാരിന്റെ ലഹരി വർജന ക്യാമ്പയിന്റെ 4ാം ഘട്ട പദ്ധതികളുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കളക്ടർ ഡോക്ടർ ചിത്ര എസ് നിർവഹിച്ചു. പാലക്കാട് കൊടുമ്പ് ശാന്തിഗിരി ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. സിവിൽ സ്റ്റേഷനിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ട് ചടങ്ങിൽ അധ്യക്ഷനായി. പത്ത് വർഷത്തിലധികമായി മാലിന്യം മൂടിക്കിടന്ന കുളത്തിന് നാട്ടുകാരുടെ കൂട്ടായ്മ പരിശ്രമത്തിലൂടെ പുനർജന്മം. ഇടുക്കി മുട്ടുകാട് പാടശേഖരത്തിലെ 5 സെന്റിലധികം വിസ്തീർണമുള്ള കുളമാണ് ശുചീകരിച്ചത്. 35 വർഷം മുമ്പാണ് മുട്ടുകാട് പാടശേഖരത്തിൽ കുളം നിർമ്മിച്ചത്. ഏറെക്കാലം കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും കുളം ഉപയോഗിച്ചിരുന്നു. വേനൽക്കാലത്ത് മേഖലയിലെ പ്രധാന ജലസ്രോതസ്സും ആയിരുന്നു. കുട്ടികൾ നീന്തൽ പഠിക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നീട് മദ്യപ സംഘം ഇവിടെ പതിവായി തമ്പടിച്ചതോടെ കുളം ഉപേക്ഷിക്കപ്പെട്ടു. കടുത്ത വേനലിൽ സമീപത്തെ ചെറുജലസ്രോതസ്സുകൾ എല്ലാം വറ്റിവരേണ്ടതോടെയാണ് കുളം ശുചീകരിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചത്. മുട്ടുകാട് പാടശേഖരത്തുള്ള ഒരു കൃഷി ആവശ്യത്തിനായിട്ട് നമ്മൾ നിർമ്മിച്ച 25 വർഷം മുമ്പ് നിർമ്മിച്ച ഒരു കുളമാണ്. ഈ കുളത്തിൽ വളരെയേറെ മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുകയാണ്. ഈ മാലിന്യങ്ങളെല്ലാം ഇവിടെയുള്ള ഒരു സംഘം യുവാക്കളുടെ നേതൃത്വത്തിലും നമ്മളിത് മാലിന്യമുക്തമാക്കിയിട്ട് അവിടെ ഒരു നല്ലൊരു കുളമാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വൈശമ്മാലി പഞ്ചായത്തിന് തന്നെ അഭിമാനകരമായ നേട്ടമാണ് ഈ കാര്യത്തിൽ ഈ യുവാക്കളുടെ പ്രവർത്തനം മൂലം ഉണ്ടായിട്ടുള്ളത്. കുളത്തിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് വെള്ളം ഉപയോഗമാക്കിയതോടെ വലിയ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ഇടുക്കി. വേനലിലും മഴയിലും ഒരുപോലെ ജലസമൃദ്ധമായ ഇടമാണ് ഇടുക്കി മൂലമറ്റം ത്രിവേണി സംഗമം. പവർ ഹൌസിൽ നിന്നും വൈദ്യുതോൽപാദനത്തിന് ശേഷം പുറംതള്ളുന്ന ജലവും നച്ചാർ, മണപ്പാടിയാർ എന്നീ 2 പുഴകളും കൂടിച്ചേരുന്നതിന്റെ മനോഹര കാഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. സഞ്ചാരികൾക്ക് മനം നിറയ്ക്കുന്ന കാഴ്ച വിരുന്നൊരുക്കുകയാണ് ഇടുക്കി മൂലമറ്റം ത്രിവേണി സംഗമം. 3 ജലസ്രോതസ്സുകൾ കൂടിച്ചേരുന്നതിന്റെ മനോഹര കാഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. നച്ചാർ, മണപ്പടിയാർ എന്നീ 2 പുഴകളുടെയും റേസ് കനാൽ വഴി എത്തുന്ന പവർ ഹൌസിലെ വെള്ളവും കൂടി ചേരുന്നതാണ് ത്രിവേണി സംഗമം. അറക്കുളം വലിയാറിന് കുറുകെയുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തൂക്കുപാലം മറ്റൊരു ആകർഷണമാണ്. വൈകുന്നേരങ്ങളിലാണ് ഈ പ്രദേശത്ത് ആളുകൾ കൂടുതലായും എത്തുന്നത്. സുരക്ഷിതമായി വെള്ളത്തിലിറങ്ങുന്നതിനും കുളിക്കുന്നതിനും സൗകര്യമുണ്ട്. സിനിമകളുടെ ചിത്രീകരണവും ഈ പ്രദേശത്ത് നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ അയർക്കുന്നം ആറുമാന സ്ഥലത്ത് നിന്ന് വരികയാണ്. അവിടെ ഞങ്ങളുടെ അടുത്തോടെ മീനച്ചിലാർ ഒഴുകുന്നുണ്ടെങ്കിൽ പോലും ഈ വേനൽക്കാലത്തൊന്നും അവിടെ അത്ര സജീവമായിട്ട് ഒഴുക്കില്ല. അതുകൊണ്ട് തന്നെ വെള്ളമാണെങ്കിലും ഒത്തിരി മലിനമാണ്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഇവൻ്റെ കൂടെ ഒരു കൂടിയിട്ട് 8 വർഷമായി. ആ 8 വർഷം ഞങ്ങൾക്ക് അവധി കിട്ടുമ്പോൾ എല്ലാം ഞാനിവിടെ വരും. കാരണം വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഇവിടെ എപ്പോൾ വന്നാലും ഒരു ജലസമൃദ്ധിയുണ്ട്, നല്ല ഒഴുക്കുണ്ട്, ഒരു തണുപ്പുണ്ട് വെള്ളത്തിന്. പിന്നെ ഈ പ്രകൃതി രമണീയതയും ഇവിടെ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകളെല്ലാം ഒത്തിരി വന്ന് നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ ഒരു ആകർഷണമായ കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴൊക്കെ ലീവ് കിട്ടുന്നു അവനോട് ഞാൻ ചോദിച്ചു ഇവിടെ വന്ന് 2 ദിവസം സ്റ്റേ ചെയ്ത് ഇവിടെ കുളിച്ചിട്ട് പോകും. പിന്നെ ഈ മൂലമറ്റം എന്നുള്ള ഏരിയയും ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന ഈ വെള്ളമൊക്കെ നമുക്ക് അത് ഇവിടെ വരുമ്പോൾ തന്നെ പുറത്തുള്ള 2 പേരോട് പറയുന്നത് നമുക്ക് സന്തോഷമാണ്. വേനൽക്കാലത്തും മൂലമറ്റം പവർ ഹൌസിൽ വൈദ്യുതോൽപാദനം നടക്കുന്നതിനാൽ വർഷത്തിൽ എല്ലാ ദിവസവും ത്രിവേണി സംഗമം ജലസമൃദ്ധമായ കാഴ്ചയാണ് ഒരുക്കുന്നത്. സഞ്ചാരികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ സ്വർണ്ണ ബുള്ളിയൻസ് എക്സ്ക്ലൂസീവ് ഷോറൂം അൽ മുഗ്നി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം DRD ടവറിലെ ഷോറൂം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം അബ്ദുൽ ഷുക്കൂർ മൗലവിയും അൽ മുക്താദിർ ഗ്രൂപ്പ് CEO ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ കെ മുരളീധരൻ MP, തൃശൂർ മേയർ MK വർഗീസ്, മൗലാന സയ്യിദ് മുസ്തഫ റിഫായ് തുടങ്ങിയവർ പങ്കെടുത്തു. സമഗ്രമായ ഒരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം.